കിച്ചൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അയിലാണ് എടുത്തിട്ടുള്ളത്. അയില നമ്മൾ വെട്ടിക്കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നതാണ്. അതിൻ്റെ ഉള്ളിലുള്ളത് ഉണ്ട് ഇങ്ങനെ വയർ പൊളിച്ച് നമ്മൾ അതിൻ്റെ അഴുക്കൊക്കെ കളഞ്ഞതാണ്. നമ്മൾ ഇത് കഷ്ണമാക്കിയിട്ടില്ല, ഇങ്ങനെ തന്നെയാണ് നമ്മൾ വെക്കുന്നത്. വലിയ അയിലല്ലോ. അപ്പോൾ ഈ അയില എങ്ങനെയാണ് വെക്കാൻ പോകുന്നത്, നമ്മൾ എങ്ങനെയാണ് ഈ കറി വെക്കാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും കറിവേപ്പില എല്ലാം കൂടെ ഞവടിയിട്ടാണ് കറി വെക്കുന്നത്. ഒരു ഞവടിക്കറി ആണ് അതിൻ്റെ പേര്. അപ്പോൾ നമുക്കത് ചെയ്യാനായിട്ട് പോവാം വീട്ടിലേക്ക്. നമ്മളൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഇത് മൺചട്ടിയിൽ വെക്കുന്നതായിരിക്കും ഏറ്റവും ടേസ്റ്റ് കേട്ടോ, അതാണ് നല്ലത്. നമുക്ക് കുറച്ച് ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളി, ചെറിയ ഉള്ളി ഞാൻ അരിഞ്ഞെടുത്താണ് കേട്ടോ. ഉള്ളി ഇട്ടു. നമുക്ക് കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം. പച്ചമുളക് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഇട്ടാൽ മതി. നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടു. പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മളൊരു 2 ടീസ്പൂണ് മുളക് പൊടി ചേർത്തു. 1 ടീസ്പൂണ് മല്ലി ചേർത്തു, മല്ലിപ്പൊടി. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇത് വെളിച്ചെണ്ണയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ പച്ചയ്ക്ക് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്, അതാണ് അതിൻ്റെ ടേസ്റ്റ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കുടപ്പുളി നമ്മൾ കഴുകി വൃത്തിയാക്കി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിങ്ങനെ നന്നായിട്ട് കൈ കൊണ്ടൊന്ന് തിരുമ്മെടുക്കാം. അതെങ്ങനെ ഉണ്ടോ, ഇങ്ങനെ കൈ കൊണ്ട് കൈ എരിയും കേട്ടോ. ഗ്ലൗസൊക്കെ ഇട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. നന്നായിട്ട് ഇങ്ങനെ ഞവടി കൊടുക്കുക. നന്നായിട്ടൊരു 10 മിനിറ്റ് നേരമെങ്കിലും നമുക്കിതൊന്ന് ഇങ്ങനെ ഞവടി കൊടുക്കണം, എന്നാലേ നമ്മുടെ കറിയുടെ ടേസ്റ്റ് ഇങ്ങോട്ട് വരുള്ളൂ. ഇത് നമ്മൾ കൊല്ലം ജില്ലയിൽ എൻ്റെ വീട് കൊല്ലത്താണ്. കൊല്ലം ജില്ലയിൽ ശക്തികുളങ്ങര എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, നീണ്ടകര ശക്തികുളങ്ങര. ആ ഭാഗത്ത് ഇങ്ങനത്തെ ഉള്ള കറികളൊക്കെ വയ്ക്കാറുണ്ട്. വളരെ ടേസ്റ്റിയാണ്. അങ്ങനെ ഞാൻ ഇപ്പോൾ കൊല്ലത്തേക്ക് പോയിട്ടുണ്ടായി ഓണത്തിന്. അപ്പോൾ എൻ്റെ ആങ്ങളയുടെ മോള് പറഞ്ഞതാണ്, അതിനെ ശക്തികുളങ്ങരയ്ക്കാണ് കല്യാണം കഴിച്ചു കൊണ്ടുപോയത്. അപ്പോൾ അവിടെ നിന്ന് അവൾ പറഞ്ഞാണ് ഇങ്ങനത്തെ ഒരു കറി. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഇങ്ങനത്തെ കറി ഞാൻ വെച്ചിട്ടില്ല. മുളക് കറിയൊക്കെ നമ്മൾ വെക്കാറുണ്ടല്ലോ, ഇങ്ങനെ ഞാൻ വെച്ചിട്ടില്ല. ഇത് ആദ്യമായിട്ട് ഞാൻ വെക്കുന്നത്. നമ്മളൊരു 5 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് നമ്മൾ ഞവടി കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് ഞവടി അതിൻ്റെ കുരുവൊക്കെ പുറത്തു പോകും. അതുകൊണ്ട് നമുക്ക് പച്ചമുളക് ഞവടി എടുക്കേണ്ട ആവശ്യമില്ല. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയും എല്ലാം കൂടി ഇങ്ങനെ ഒന്ന് ഞവടി എടുത്തപ്പോഴേ അടിപൊളി ടേസ്റ്റാണെന്ന് പറയുന്നത് ഈ കറിക്ക്. നമുക്ക് പുളി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കലക്കി കൊടുക്കാം. നമുക്ക് വെള്ളം കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് മൂടി വെച്ച് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മീൻ ചേർത്ത് കൊടുത്താൽ മതി. സ്റ്റൗ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളച്ച് പുളിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമുക്കിനി മീൻ ചേർത്ത് കൊടുക്കാം. കഷ്ണമാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആൾക്കാർ കൂടുതലുള്ള വീടുകളൊക്കെ ആകുമ്പോൾ 2 കഷ്ണം ആക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. എപ്പോഴും നമ്മളത് വറുത്ത് കഴിച്ചാലും ശരിയാവില്ലല്ലോ. അതൊക്കെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊരു 10 മിനിറ്റ് വേണ്ട കേട്ടോ, വെന്ത് വരട്ടെ. നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ മീൻ ഇട്ടേക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. അടിപൊളിയായിട്ട് വന്നിട്ട് ഒന്നും കൂടി ചാറ് വറ്റിയിട്ട് നമുക്ക് ഇറക്കാം. വെള്ളമൊക്കെ വറ്റിയുണ്ടാവും. ഇപ്പം നമുക്ക് നോക്കാം. നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് ഇതിന് കടുക് താളിക്കൊന്നും വേണ്ട. നമുക്ക് ലേശം പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. നന്നായിട്ട് എണ്ണ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്, കുറച്ച് ഒഴിച്ചാൽ മതി.
ഇങ്ങനത്തെ നല്ല നല്ല കറികളൊക്കെ എല്ലാവരും ഒന്ന് വെച്ച് നോക്കുക കേട്ടോ. അടിപൊളി കറിയാണ്. അപ്പോൾ തന്നെ എന്താ മണമെന്നറിയോ, നിൽക്കാൻ പറ്റാത്ത മണമാണ്. തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. 2 മിനിറ്റ് തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. സൂപ്പർ കറിയാണ്. അപ്പം എല്ലാവരും ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കൂ. അടിപൊളി കറിയാണ് നമ്മുടെ ഞെവിടിക്കറി. ഇന്നത്തെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ടാറ്റാ, ബൈ ബൈ.